ധന്യമാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിലെ ഇബാദത്തുകളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാകുന്നു സിയാം, വ്രതം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ വചനത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ ആകുവാൻ വേണ്ടിയാണ്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുവാനുള്ളത്, ഇസ്ലാമിലെ ഇബാദത്തുകൾക്ക് ഏതൊരു ലക്ഷ്യമാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ വ്രതാനുഷ്ഠാനം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. യാന്ത്രികമായി ചെയ്തു പോകുന്ന ഇബാദത്തുകൾക്ക് അപ്പുറത്ത് അള്ളാഹുവിലേക്ക് ഒരല്പസമയം കൂടുതൽ അടുക്കാൻ ലഭിച്ചിട്ടുള്ള അവസരം എന്ന നിലക്ക് ഈ സമയ സന്ദർഭങ്ങളെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. പടച്ചവൻ നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം, നമുക്ക് അല്ലാഹു നമ്മുടെ ആയുസ് നീട്ടിത്തന്നു എന്നുള്ളതാണ്. റമദാനുകൾ സമാഗതമാകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ റമദാനുകളിൽ കൂടെയുണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ബർസഖിയായ ലോകത്താണ്. അവരിൽ പലരും പള്ളിയുമായി സജീവമായി പ്രവർത്തിച്ചിരുന്നവരും ഇഫ്താറുകൾക്കും ക്ലാസുകൾക്കുമെല്ലാം നേതൃത്വം നൽകിയവരും ഒക്കെയായിരുന്നു. അവർക്ക് അള്ളാഹു നൽകിയ അജൽ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പടച്ചറബ് നമ്മുടെ ആയുസ് നീട്ടിത്തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഉത്തമ സമൂഹത്തിൽ പെടുന്ന ആളുകൾ എന്ന നിലയിൽ നാം അതിനെ കാണേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസ്സുന അമലുഹു. ഖൈറുക്കും, നിങ്ങളിൽ നല്ലവർ, മൻ ത്വാല ഉംറുഹു, ആയുസ് ദീർഘിച്ച് ലഭിച്ചവരാണ്, ദീർഘായുസ് കിട്ടിയവർ ആകുന്നു. വഹസ്സുന അമലുഹു, അവന്റെ അമലുകൾ നന്നാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അമലുകൾ നന്നാക്കാനുള്ള അവസരമാകുന്നു റമദാനിലെ. മറ്റു മാസങ്ങൾക്കപ്പുറത്ത് ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ കിട്ടിയിട്ടുള്ള അവസരമാണ്. അതിൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. നോമ്പിൻ്റെ പ്രധാനമായ ലക്ഷ്യമായിട്ട് ഖുർആൻ സൂചിപ്പിച്ച ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ ഓരോ ദിനരാത്രങ്ങളും പോകേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭയഭക്തിയുള്ള, സൂക്ഷ്മതയുള്ള, അടക്കവും ഒതുക്കവും ഉള്ളതായിട്ട് ഒരു ജീവിതക്രമത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇബാദത്തുകളിലൂടെ കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ ഇസ്ലാമികമായ മാനമെന്ന് പറയുന്നത് ഏതൊരു കർമ്മത്തിനും നെയ്യത്ത് ആകുന്നു പ്രധാനം. നമ്മൾ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടക്കുന്നു. തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ആരാധനാ കർമ്മങ്ങളുടെ തുടക്കം എപ്പോഴും നിയ്യത്ത് കൊണ്ടാകണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അപ്പോൾ ആ നിയ്യത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അതിൻ്റെ രൂപം കാണിച്ചു തന്നത് അത് ആ രൂപത്തിൽ തന്നെയാണ്. അപ്പം നിയ്യത്ത് എന്ന് പറയുന്നത് മനസ്സിൻ്റെ കരുതലാണ്, തേട്ടമാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കലല്ല, മനസ്സിൻ്റെ കരുതലാണ്. അള്ളാഹുവിന് വേണ്ടി ഈ ഒരു ഇബാദത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന മനസ്സിൻ്റെ കരുതൽ പ്രഭാതത്തിന് മുമ്പ് ഉണ്ടാകേണ്ടതുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു നിയ്യത്തോടുകൂടി റമദാനിലേക്ക്, നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. രണ്ടാമത് സൂചിപ്പിക്കുവാനുള്ളത്, അതിന്
അത്താഴവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക്കത്തു. ചില ആളുകൾക്ക് ആ സമയത്ത് ഒന്നും വേണ്ട, ഞാൻ നോമ്പ് പിടിച്ചോളാം എന്നൊക്കെയുള്ള ആളുകൾ ഉണ്ട്. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ്. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്ന ഫിസ് സഹൂരി ബറക്കത്തുൻ, തീർച്ചയായും അത്താഴത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട്. അപ്പോൾ ബർക്കത്തിന് വേണ്ടി പലരും പല കോലങ്ങളിലേക്ക് പോകാറുണ്ട്. തബറക്കെടുക്കാൻ വേണ്ടി ഭൗതികമായ രൂപത്തിലുള്ള പല ആത്മീയ കേന്ദ്രങ്ങളിലേക്കും വ്യക്തികളിലേക്കും തിരിയാറുണ്ട്. യഥാർത്ഥത്തിൽ പടച്ച റബ്ബിൽ നിന്ന് അനുഗ്രഹീതമായി ലഭിക്കുന്ന സംഗതികളാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ഭക്ഷണത്തിൻ്റെ അല്പം താഴെ പോയാൽ അത് കഴുകി വൃത്തിയാക്കി കഴിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. കാരണം ബർക്കത്ത് എവിടെയാണ് പടച്ചവൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരല്പ വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി അത്താഴം എന്ന് പറയുന്ന ആ സുന്നത്തിനെ ഹയാത്താക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. സമയവും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത്താഴത്തിൻ്റെയും സുബ്ഹ് ബാങ്കിൻ്റെയും ഇടയിലുള്ള സമയം 50 ആയത്തുകൾ ഓതുന്ന സമയമാകുന്നു എന്നാണ്. അത്രയും സമയമേ ഉള്ളൂ. അർദ്ധരാത്രി എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് സുന്നത്തിലേക്ക് മടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവസാനയാമത്തിൻ്റെ സുബ്ഹ് ബാങ്കിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അത്താഴത്തിലേക്ക് യഥാർത്ഥത്തിൽ കടക്കേണ്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ അത്താഴം എന്ന സുന്നത്തിനെ ഹയാത്താക്കുക. മറ്റ് മതവിധികളും ഇസ്ലാം ദീനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് തുടർ ക്ലാസുകളിലും അതുപോലെ തന്നെ വരുന്ന ജുമുഅയിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാമൂഹികമായ ഒരു രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളും മുന്നോട്ട് പോകുന്നത്. സംഘമായി നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് സാമൂഹികമായ ഇഫ്താറുകളും സംഗമങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ മറ്റൊരാളും നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേവലം ഒരു വർത്തമാനത്തിനപ്പുറത്ത് അതിൻ്റെ പ്രതിഫലം നാം മനസ്സിലാക്കേണ്ടത് വിശക്കുന്നവന് ആഹാരം നൽകുന്ന പുണ്യം ഇസ്ലാമിൽ വളരെ വലുതാണ്. പടച്ച റബ്ബിന് വേണ്ടി വിശപ്പനുഭവിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടേതായ ഒരു പണത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിൽ ലഭിക്കുന്ന പ്രതിഫലം വളരെ മഹത്തരമാണ്. അതുകൊണ്ട് അത്തരം വിഷയത്തിൽ ഒരു പിശുക്കില്ലാതെ 30 ദിവസമാണ് എങ്കിൽ ആ 30 ദിവസത്തിൽ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് 1-2 ദിവസങ്ങളാകുമ്പോഴേക്കും ആ കോളം പൂർത്തീകരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ബുഖലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ പള്ളിയിലുള്ളതും കൂടെയുള്ളവരും ഒക്കെ തന്നെ. ഒരു ദിവസത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സംഖ്യ ഒരു പ്രയാസവും കൂടാതെ കൊടുക്കാൻ കഴിയുന്നവരൊക്കെ തന്നെയാണ് നല്ലൊരു ശതമാനം ആൾക്കാരും. പക്ഷെ എന്ത് വേണം? ബുഖൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം. പടച്ചവനോട് ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വൽ ജുബ്നി, പിശുക്കിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. പോക്കറ്റിൽ പൈസയുണ്ട്, 5000, 10000, 6000 ഉണ്ട്, അക്കൗണ്ടിൽ ഒരുപാടുണ്ട്. പക്ഷെ അത് കൊടുക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്നമാനു തിഴിമുക്കും വിവജിഹില്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ അവിടെ പള്ളിയിൽ സംഘമായി ജമാഅത്തായി ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്നു. അതിലും എല്ലാവരും പങ്കാളികളാവുക. അങ്ങനെ റമളാനിൻ്റെ തുടക്കം മുതൽക്ക് ആത്മീയമായ മേഖലകളിലും സൽക്കർമ്മങ്ങളിലുമൊക്കെയായി മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ വിശുദ്ധി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരാധനാ കർമ്മങ്ങൾ കൊണ്ടും വിവാദത്തുകൾ കൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും നിറക്കപ്പെട്ട രൂപത്തിൽ റമളാനിനെ വരവേൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്ന എല്ലാവരും തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة